ഇസ്രയേലി സേന സമീപമെത്തിയാൽ ഇസ്രയേലി ബന്ദികളെ വധിക്കാൻ ഹമാസിൻ്റെ നിർദ്ദേശം. പോളിയോ വാക്സിനേഷന് പിന്നാലെ ഇസ്രയേൽ ആക്രമണത്തിൽ 35 പാലസ്തീനിയർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. മധ്യ യുക്രൈൻ നഗരത്തിലെ പോൾട്ടോവയിൽ സൈനിക ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ മിസൈൽ അറ്റാക്കിൽ 52 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റെന്ന് തോന്നുന്നു പതിവ് പോലെ. ഇല്ല, നമ്മളെന്നും 5:30 എഴുന്നേക്കും എസ്കെൻ. ഉറക്കപ്പിശാചാണോ ജെയിംസ്? നന്നായി അത്യാവശ്യം ഉറങ്ങാറുണ്ട്, പക്ഷെ കൂടുതൽ ഉറങ്ങാറില്ല. ഉറക്കം പോകരുത്, ഈ കാലം അത്ര നല്ലതല്ല. ഓക്കെ, പറയൂ ബി. എസ്കെൻ, 2 യുദ്ധങ്ങളിലും ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന വിഷമകരമായ വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 35 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ച് അവിടെ പോളിയോ വാക്സിൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാക്സിനേഷൻ 3 ദിവസമായിട്ട് അവിടെ പരിമിത വെടിനിർത്തൽ ഉണ്ടായിരുന്നു. വെടിനിർത്തൽ തീർന്നതിൻ്റെ തൊട്ടു പിന്നാലെ പോളിയോ വാക്സിൻ കൊടുത്ത സ്കൂളിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ വരെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നടന്നു. 35 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. അതിനിടയിൽ ഹമാസിൻ്റെ ഒരു നിർദ്ദേശം ഇസ്രായേലിനെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുന്നു. ഹമാസ് നിർദ്ദേശം കൊടുക്കുന്നത് ഇപ്പോഴും 100ഓളം ബന്ദികൾ, ഇസ്രായേലി ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുണ്ട്. പലരും തുരങ്കങ്ങളിലാണ്, ഗസയിലെ തുരങ്കങ്ങളിലാണ് അവരെ ഒളിപ്പിച്ചിരിക്കുന്നത്. അവർ അടുത്തേക്ക് ഇസ്രായേൽ സേന ഇരമ്പി എത്തിയാൽ അവർക്ക് കാവൽ നിൽക്കുന്ന ഹമാസിൻ്റെ സേനയോട് പറഞ്ഞിരിക്കുന്നത് അവരെ വധിക്കാനുള്ള നിർദ്ദേശം ഹമാസ് നൽകിയിരിക്കുന്നു. അതിന് പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഫർഹാൻ അൽഖാദി എന്ന അറബ് വംശജനായിട്ടുള്ള ഇസ്രായേലി പൗരനെ തുരങ്കത്തിലെത്തി രക്ഷപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സേന. അതിനു മുൻപ് ഗസയിൽ നടത്തിയ ഒരു വലിയ ആക്രമണത്തിൽ 274 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതിൽ 4 ഇസ്രായേലികളെ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് എസ്കെൻ 6 പേരെ തുരങ്കത്തിൽ കയറി രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ സേന ഇരമ്പി എത്തിയപ്പോൾ ഹമാസിൻ്റെ സേന അത് തിരിച്ചറിഞ്ഞ് 6 പേരെയും വധിച്ചു. 6 പേരുടെയും ഭൗതിക ശരീരം ഇസ്രായേലിലെത്തി. അവിടെ ടെല്ലവീവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. കുടുംബാംഗങ്ങളിൽ ഒരാളുടെ അമ്മ ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശിക്കാൻ വന്നപ്പോൾ കാണാൻ പോലും കൂട്ടാക്കില്ല. എനിക്ക് കാണണ്ട, നിങ്ങൾ കാരണമാണ് എൻ്റെ മകൻ കൊല്ലപ്പെട്ടത് എന്ന തരത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്, 11 മാസമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന ആരോപണവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഇസ്രായേൽ ഹമാസിൻ്റെ യുദ്ധം കൂടുതൽ മുറുകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. കാരണം തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ഇസ്രായേൽ സേനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ തുരങ്കങ്ങൾ തകർത്തിരിക്കുന്നു. ബന്ദികളെ ഏറ്റവും അവസാനം തുരങ്കങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് ബോധ്യമാവുന്നത്. വെടിനിർത്തലിനുള്ള സാധ്യതകൾ കാണുന്നില്ല. അതിനിടയിലാണ് എസ്കെൻ റഷ്യയുടെ ഏതാണ്ട് 4 ആഴ്ചയായിട്ട് റഷ്യയിലെ 1300 സ്ക്വയർ കിലോമീറ്റർ ഉക്രൈൻ സേനയുടെ കയ്യിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഉക്രൈനിൽ പരക്കെ ആക്രമണമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഈ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നു. പോൾട്ടോവ എന്ന മധ്യ ഉക്രൈനിലെ നഗരത്തിൽ നടത്തിയ ആക്രമണത്തിൽ അവിടുത്തെ മിലിറ്ററി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ആക്രമണം നടത്തിയത്. ഒരുപാട് സൈനികരും പരിശീലനം നേടുന്നവരും കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലും ആക്രമണം നടന്നു. 52 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. അതിനെതിരെ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ 4 ആഴ്ചയായി റഷ്യയുടെ ഒരുപാട് മണ്ണ് ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ അവിടുന്ന് വിട്ടുപോയില്ലെന്ന് മാത്രമല്ല റഷ്യ അവിടെ കയറാൻ പോലും അനുവദിക്കില്ല. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ, അറ്റക്കാംസ് അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി വേണം. ഞങ്ങളുടെ ആൾക്കാർ കൊല്ലപ്പെടുകയാണ്. മിസൈൽ വേദക സംവിധാനങ്ങൾ, പാട്രിയോട്ട് മിസൈൽ അടക്കം തരണമെന്ന ആവശ്യം വ്ളാഡിമിർ സെലൻസ്കി ഉന്നയിച്ചിട്ടുണ്ട്. എസ്കെ ബിബി, നമ്മുടെ തോമസ് കുട്ടി കലഞ്ഞൂർ, നമ്മുടെ പതിവ് പ്രേക്ഷകനാണ്. പുള്ളി പറയുന്നത് പിക്ക് പ്രായം കൂടുന്നു എന്ന്. ഒരു കോംപ്ലിമെന്റാ? അതൊക്കെ വെറുതെ തോന്നുന്നതാണ് തോമസ് കുട്ടി. അപ്പോൾ